വാർത്തയ്ക്കപ്പുറത്തേക്ക് സ്വാഗതം. രക്തം നൽകൂ ജീവൻ രക്ഷിക്കൂ എന്ന മഹത് സന്ദേശവുമായി കേരളം താണ്ടിയ ശ്രീ ബോബി ചെമ്മണ്ണൂരാണ് ഇന്നത്തെ അതിഥി. തിരുവനന്തപുരത്തെ ഓട്ടം പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹം നേരെ സ്റ്റുഡിയോയിലേക്ക് വരികയായിരുന്നു. അതുകൊണ്ടാണ് അതേ വേഷത്തിൽ ശ്രീ ബോബി ചെമ്മണ്ണൂരിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം. എത്ര കിലോ കുറഞ്ഞു? 10.5 കിലോ കുറഞ്ഞു. 85 കിലോ ആയിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് നോക്കിയപ്പോൾ 74.5 കിലോ ആണ്. എത്രയായിരുന്നു ടാർഗറ്റ് കുറക്കണമെന്ന്? ഒരു 75 ആയാൽ തെറ്റില്ല എന്നുണ്ടായിരുന്നു. 85 ഇത്തിരി കൂടുതലാണോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. ഈ മഹനീയ കർമ്മത്തിന് താങ്കളെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒരു ഘടകം, എൻ്റെ ഒരു ചിന്ത എപ്പോഴും നമുക്ക് നമ്മുടെ എന്ന് പറഞ്ഞ് അവകാശപ്പെടാൻ ഒന്നുമില്ല. സത്യത്തിൽ എല്ലാം സൃഷ്ടാവിൻ്റെ ആണ്. നമ്മുടെ ജീവൻ, ജീവിതം, സമ്പത്ത്, ആരോഗ്യം, നമുക്ക് കാണുന്ന ഓരോ നിമിഷങ്ങളടക്കം ഒക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒക്കെ അവിടെ നിന്നുള്ള ദാനമാണ് ദൈവത്തിൻ്റെ. അപ്പോൾ നമ്മുടെ അല്ല എന്നുള്ള, നമ്മുടെ ആണെന്നൊക്കെയാണ് ആദ്യം തോന്നി. അങ്ങനെ ഒരു അഹങ്കാരമൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അറിവിൽ കൂടെ മനസ്സിലായി ഇതൊന്നുമല്ല. അപ്പോൾ ദൈവം ദാനമായി തന്ന ആ ആരോഗ്യം, സ്പോർട്സ് സ്പിരിറ്റ്, മെൻറ്റാലിറ്റി മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ സോഷ്യൽ സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൽ കൂടെ നമുക്കൊരു സന്തോഷം ലഭിക്കുന്നു. സന്തോഷം പല വഴിക്കും ലഭിക്കാറുണ്ട്. ബിസിനസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ജീവിത സൗകര്യങ്ങൾ, കള്ളു കുടിക്കുമ്പോൾ, അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട്സ് ഉണ്ടാകുമ്പോൾ ഒക്കെ സുഖങ്ങളാണ്. എങ്കിലും അതൊക്കെ അതാത് സമയത്തേ ഉള്ളൂ. മടുത്തു പോകുന്നു. അത് കഴിയുമ്പോൾ നമുക്കൊക്കെ ഒരു കുറ്റബോധം. ലൈഫ് ഈസ് നോട്ട് കംപ്ലീറ്റ്. പക്ഷേ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഈ ചാരിറ്റി, ഈ തെരുവിൽ കിടക്കുന്നവരെ ഏറ്റെടുത്തിട്ട് മരുന്നും ഭക്ഷണമൊക്കെ നൽകി പോറ്റുക, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ, സോഷ്യൽ കോസ്, അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷം മടുക്കുന്നില്ല. ഐ ഫീൽ ടു കണ്ടിന്യൂ. വീണ്ടും ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റിലാണല്ലോ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് തിരിയുന്നത്. അതെ, അതൊരു പോയിന്റ് ഉണ്ട്. ഇതാണ് അതിന്റെ പ്രേരിപ്പിച്ചത്. എന്താണ് പ്രേരിപ്പിച്ചത്? ഞാൻ ബാംഗ്ലൂർക്ക് വണ്ടി ഓടിച്ച് പോകുമ്പോൾ എൻ്റെ മുമ്പിൽ ഒരു സുമോ വണ്ടിയും ഒരു ലോറിയും കൂട്ടിയിടിച്ചിട്ട് ആ സുമോയിലിരിക്കുന്ന സഹോദരൻ്റെ നെഞ്ച് പിളരുന്ന ഒരു രംഗം കാണാം. 2 വർഷമൊക്കെ ആണെന്ന് എൻ്റെ ഓർമ്മ ഏകദേശം. അപ്പോൾ അത് വല്ലാതെ പൊളിഞ്ഞ് ഓർഗൻസൊക്കെ തൂങ്ങിക്കെടുക്കുന്ന ഒരവസ്ഥ. ഞാൻ അങ്ങനത്തെ ഒരു സീൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ നാട്ടുകാരൊക്കെ കൂടെ അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഞാൻ പതുക്കെ മുങ്ങി, കൂടെ പോയില്ല. കാരണം ഒന്ന് ഇത് കണ്ടപ്പോൾ പേടിയായി. പിന്നെ ഇതിൻ്റെ കേസും അത് ഇതൊക്കെ ആയിട്ടുള്ള പുലിവാലുകളൊക്കെ ആലോചിച്ചിട്ട് സ്ഥലം വിട്ടു. പക്ഷേ പിറ്റേ ദിവസം അറിഞ്ഞു ആ സഹോദരൻ മരിച്ചു എന്ന്. ആൾക്കാർ കൂടിയ കൂട്ടത്തിലൊരു മലയാളി ഉണ്ടായിരുന്നു, എന്നെ അറിയുന്നു. അപ്പോൾ ആ സഹോദരനെ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടും 2 മണിക്കൂർ കാത്തു നിന്നിട്ടാണ് ബ്ലഡ് ലഭിച്ചത്. എന്ന് മാത്രമല്ല, പൈസ കൊടുത്തിട്ടാണ് രക്തം വാങ്ങിയത്. എങ്കിലും അദ്ദേഹം മരിച്ചു. അപ്പോൾ അത് എന്നിൽ കുറ്റബോധം ഉണ്ടായി. ഒരു പക്ഷേ എല്ലാവരും പോയപ്പോൾ ഞാൻ ഈ ചാരിറ്റിയൊക്കെ ചെയ്യുന്ന വലിയ വീമ്പോ കളിക്കുകയാണ് നടക്കുന്ന ആൾ ആ നേരത്ത് മുങ്ങിയില്ലോ. അപ്പോൾ ഞാൻ അത്രയും നാട്ടുകാരേക്കാൾ എത്രയോ ചെറിയവനാണെന്ന് എനിക്കൊരു കുറ്റബോധം വന്നുപോയി. ഒരു പക്ഷേ ഞാൻ കൂടെ പോയിരുന്നെങ്കിൽ, എൻ്റെ രക്തം അദ്ദേഹത്തിന് ഉപകരിച്ചിരുന്നെങ്കിൽ ആ സഹോദരൻ രക്ഷപ്പെടുമായിരുന്നുവോ ഒരു പക്ഷേ എന്നൊക്കെയുള്ള ചിന്ത, ആ കുറ്റബോധം എന്നെ വേട്ടയാടിക്കൊണ്ടിരുന്നു. അത് ചിലപ്പോൾ ചില നേരത്തൊക്കെ ഇങ്ങനെ ഓർമ്മ വരും. അപ്പം ഞാൻ ആലോചിച്ചു, എന്നാൽ ഈ ഒരു രക്തമാണല്ലോ അവിടെ ആ ഒരു സംഭവം ഉണ്ടായത്, പൈസ കൊടുത്തു വാങ്ങുക, അങ്ങനെ. അപ്പം ആലോചിച്ച് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് മനസ്സിലേക്ക് വരാൻ ഒരു ടേണിംഗ് പോയിന്റ് ആ കുറ്റബോധത്തിൽ നിന്നാണ്. എന്തൊക്കെയായിരുന്നു ചാലഞ്ചസ്? കാരണം ഇത്രയും രക്തദാനം, കാരണം പലപ്പോഴും നമുക്ക് ദാനം ചെയ്യാൻ ഒരു വിമിഷ്ടമാണ്, മടിയാണ്. കാരണം രക്തം പോയി പോവുക ശരീരത്തിൽ നിന്നൊക്കെയുള്ള. പക്ഷേ ഈ കാലഘട്ടത്തിൽ, വർത്തമാനകാലത്ത് അങ്ങനെയുള്ളൊരു പേടിയൊക്കെ മാറിയെങ്കിലും ഇപ്പോഴും ആളുകൾ അതിലേക്ക് വരാൻ മടിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയായിരുന്നു വെല്ലുവിളികൾ ഈ ഒരു ദൗത്യം ഏറ്റെടുക്കുമ്പോൾ? ഇത് ഞാൻ മനസ്സിലാക്കുന്നത് പലർക്കും പേടിയുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകളിലാണ് കൂടുതൽ ഭയം രക്തം നൽകാനായിട്ട്. എൻ്റെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ, എൻ്റെ അറിവ് ശരിയാവണമെന്നില്ല. പക്ഷേ ആക്ച്വലി ഞാൻ ഈ 600 സെൻറ്ററുകളിലും ഈ
812 കിലോമീറ്റർ ഓടുമ്പോൾ ഏകദേശം 600ഓളം സെൻറ്ററുകളാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് സ്വീകരണവും അവിടെ നമ്മൾ ഇതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണമൊക്കെ നടത്തിയിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. ഞാൻ പറഞ്ഞു മനസ്സിലാക്കിയത്, ഇത്രയും കാലം ഞാൻ കേട്ടത്, രക്തം കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് ദോഷമൊന്നും വരാനില്ല എന്നതാണ്. ഞാനിവിടെ തിരുത്തി പറയുന്നത് ദോഷം വരാനില്ല എന്നല്ല, രക്തം കൊടുക്കുമ്പോൾ ഗുണമാണ് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. കാരണം ഇപ്പം എൻ്റെ തന്നെ അനുഭവം, എത്ര തവണ രക്തം കൊടുത്തിട്ടുണ്ട് ലൈഫ്? ഞാൻ ആദ്യമൊന്നുമില്ല, 6-7 പ്രാവശ്യം കൊടുത്തിട്ടുള്ളൂ, പറയാൻ മാത്രമുള്ള റെക്കോർഡ്. എങ്കിലും നമ്മളിൽ ഫ്രഷ് ബ്ലഡ് ഉണ്ടാകും, റെസിസ്റ്റിംഗ് പവർ കൂടും, രോഗങ്ങൾ ഒരു പരിധി വരെ വരുന്നത് തടയും. കാര്യമായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. നമ്മുടെ സ്കിന്നിന് അങ്ങനെ ഒരുപാട്, അതിനെക്കുറിച്ച് പറഞ്ഞ ഒരുപാട് മണിക്കൂറുകൾ അത്രയും ഗുണങ്ങൾ നൽകുമ്പോഴുണ്ട്. അപ്പോൾ നമുക്ക് ദോഷം എന്നല്ല, ഒരുപാട് ഗുണങ്ങളാണ് കൊടുക്കുന്നവർക്ക്. കിട്ടുന്ന ആൾക്ക് ജീവനാണ്. അപ്പോൾ രണ്ടു കൂട്ടർക്കും ഗുണം, ഛേദമില്ലാത്തൊരു സംഭവം. അപ്പോൾ അതിന് ജനങ്ങൾ തയ്യാറാവും. ശരിയായ ബോധം കൊടുത്താൽ എല്ലാവരും അതിന് തയ്യാറാവും. അപ്പോൾ അങ്ങനെ ഒരു മനസ്സിലൊരു ഐഡിയ വന്നു, അത് പ്രാക്ടിക്കൽ ആവുന്ന ഒരു കാര്യമാണ് എന്നുള്ളത്. അപ്പോൾ അതിലേക്ക് ഇറങ്ങാൻ അതൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു. ഓട്ടത്തിനിടയിലുള്ള അനുഭവങ്ങൾ എന്തൊക്കെയാണ്? ഓട്ടത്തിനിടയിൽ ഒരുപാട് അനുഭവങ്ങളാണ്. വലിയൊരു അനുഭവം, ഇത്രയും വലിയൊരു റിസപ്ഷൻ പ്രതീക്ഷിച്ചിരുന്നു എല്ലാ പ്രചരണ കേന്ദ്രങ്ങളിലും അല്ലേ? ഞാൻ വിചാരിച്ചേക്കാളും 1000 മടങ്ങ് എന്ന് പറഞ്ഞാൽ മതിയാവില്ല, പ്രതീക്ഷയേക്കാൾ അപ്പുറമാണ് ജനങ്ങളത് സ്വീകരിച്ചത്. സ്വീകരണം മാത്രമല്ല, വളരെ ആത്മാർത്ഥമായിട്ട് സ്നേഹത്തോടു കൂടിയുള്ള അപ്രോച്ചും അതൊക്കെയാണ്. ഇപ്പം ഞാനും പല പല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, എങ്കിലും ഈ ആത്മാർത്ഥത നമുക്ക് മനസ്സിലാവും, ജനങ്ങളുടെ ആ ശരിയായ വികാരം, അത് ഭയങ്കരമായിരുന്നു. ഒരുപാട് പേര്, എല്ലാവരും വളരെ നല്ല സപ്പോർട്ടായിരുന്നു. ഈവൻ സ്ത്രീകൾ, കുട്ടികൾ, നഴ്സറി പിള്ളേർ തൊട്ടിട്ട് ഓടുന്നുണ്ടായിരുന്നു. ഒരു 92 വയസ്സായ സ്ത്രീ ഓടി കുറച്ച് ദൂരം, 84 വയസ്സായ ഒരാൾ കോട്ടയത്ത് ഓടി. അങ്ങനെ എല്ലാ വിഭാഗത്തിൽപ്പെട്ടു, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അത്ര എക്സ്പീരിയൻസ് ആയിരുന്നു. ലക്ഷക്കണക്കിന് പേര് അവരവരുടെ അങ്ങാടികളിലും ഏരിയകളിലൊക്കെ ആയിട്ട് കുറേശ്ശെ ദൂരം ഓടി അവരും എൻജോയ് ചെയ്തു. കാരണം അവർ പറയുന്ന പല യാത്രകളൊക്കെ ഇതുകൂടെ കടന്നു പോയിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ സ്ത്രീകളും കുട്ടികളൊക്കെ റോട്ടിലിറങ്ങി ഇത്രയും ഫ്രീ ആയിട്ട് സന്തോഷമായിട്ട് പോവാൻ ഇത് ആദ്യമായിട്ടാണ് ഞങ്ങൾക്കൊരു അവസരം. മാത്രമല്ല, ഒരു നല്ല കാര്യത്തിനായതുകൊണ്ട് ഞങ്ങൾ കുടുംബമടക്കം വീട്ടിൽ നിന്നൊക്കെ സപ്പോർട്ടാണ്, എല്ലാവരും പോയിക്കോളാം. അങ്ങനെയൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ്, എന്താ പറയുക, അങ്ങനെയാണുള്ളത്. കേരളത്തിലെ ജില്ലകളെല്ലാം കവർ ചെയ്തു? വയനാടില്ല, പിന്നെ വൺ മോർ ഐ തിങ്ക് ഓൾമോസ്റ്റ് 12 മറ്റോ കവർ ചെയ്താണ് എൻ്റെ ഒരു ഓർമ്മ. അങ്ങനെ ഓട് തന്നെയാണ്. 812 കിലോമീറ്റർ ആണ് ഇതുവരെ. 3 ദിവസം ബ്രേക്ക് ചെയ്തു ഇലക്ഷൻ്റെ. പിന്നെ ഈസ്റ്ററിന് ഒരു ചെറിയ ബ്രേക്ക് ഉണ്ടായിരുന്നു. 808 ഇതുവരെ. നാളെയും കൂടെ ഓടി എത്തുമ്പോൾ 4 കിലോമീറ്റർ കൂടെ അതാവും അല്ലേ? യേശവദാസപുരത്ത് സ്റ്റേഡിയത്തിലോട്ട്. അതെ, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഓട്ടത്തിനിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ താങ്കൾക്ക് അനുഭവപ്പെട്ടു? ഫിസിക്കലി ഒന്നുമില്ല, പെർഫെക്റ്റ്. നേരത്തെ ഓടുമായിരുന്നു? ഞാൻ ഡെയിലി 5-6 കിലോമീറ്റർ മിനിമം ഓടും. സ്പോർട്സ്മാൻ ആയിരുന്നു, അപ്പോൾ ഒരു പ്രാക്ടീസുണ്ട്. പിന്നെ ഉച്ചയ്ക്കൊക്കെ ചില ദിവസങ്ങളിൽ സൂര്യാഘാതമൊക്കെ ഉണ്ടായിരുന്നല്ലോ, വല്ലാതെ ക്ഷീണമൊക്കെ. ഇത്രയും അല്ലേ കത്തി നിൽക്കുന്ന ഒരു സമയത്താണ് ഓടുന്നത്. അതെ, അപ്പോൾ ഇത്തിരി ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു ഉച്ച നേരത്തൊക്കെ പ്രത്യേകിച്ച്. പിന്നെ ജനങ്ങൾ കൂടെ ഓടുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞും പിടിച്ചൊക്കെ നമ്മൾ ജനം ഓടിച്ചു എന്ന് പറയാം, ഓടിയെന്നല്ല, പല സമയത്തും ജനം ഓടിക്കുകയായിരുന്നു. അതുകൊണ്ട് നമുക്ക് ആ ത്രില്ലിൽ അറിഞ്ഞില്ല എത്തിയത്. ലോകത്തിലെ ഏറ്റവും വലിയ ബ്ലഡ് ബാങ്ക് സ്ഥാപിക്കും അല്ലേ? അങ്ങനെ ഒരു, അതെ, അതാണ് എൻ്റെ ലക്ഷ്യം. രക്തം പൈസ കൊടുക്കാണ്ട് എല്ലാവർക്കും ഏതു സമയത്തും എവിടെയും ദൈവം ദാനമായി തന്ന ഈ രക്തം ലഭിക്കണം. അത് നൽകാൻ എല്ലാവരും തയ്യാറാവണം. അതിന് എന്നെ കൊണ്ട് പറ്റാവുന്ന എല്ലാതും ചെയ്യാൻ ആഗ്രഹമുണ്ട് എനിക്ക്. ഹൗ യു ആർ ഗോയിങ് ടു അച്ചീവ് ഇറ്റ്? ലൈക്ക് വാട്ട് യു മീൻ ബൈ? അല്ല, ഈ ഇത് കാരണം ഒരു വെല്ലുവിളിയാണ് ഈ ഒരു സംഭവം ഇങ്ങനെ സ്ഥാപിച്ചെടുക്കുക എന്നുള്ളത്. അത് ഈ അടുത്ത കാലത്ത് അങ്ങനെ സാധിക്കുമോ? എന്നെ കൊണ്ട് പറ്റാവുന്ന ചെയ്യാം. എന്നെ കൊണ്ട് ഒറ്റയ്ക്കൊന്നും ഈ ലോകത്തിന്റെ അല്ലെങ്കിൽ കേരളത്തിന്റെ മുഴുവൻ പ്രശ്നമൊന്നും തീർക്കാൻ പറ്റില്ല. ഞാൻ എന്നെ കൊണ്ട് പറ്റാവുന്നതൊക്കെ ചെയ്തു വെക്കും, അതിനുവേണ്ടി പ്രവർത്തിക്കും. പിന്നെ
പല പല സംഘടനകളൊക്കെ മുമ്പോട്ട് വന്നിട്ടുണ്ട്. സാമ്പത്തികമായിട്ടല്ല, അല്ലാത്ത രീതിയിലൊക്കെ സഹകരിക്കാനും പിടിക്കാനൊക്കെ. ഈ മെഡിക്കൽ കോളേജുകളിൽ പോലും സാധാരണക്കാർക്ക് രക്തം അപ്രാപ്യമാണ്, കിട്ടുന്നില്ല. അവർ പൈസ കൊടുത്ത് വെളിയിൽ നിന്ന് വാങ്ങേണ്ടി വരുന്നു. ആ സാഹചര്യങ്ങളൊക്കെ അറിയാലോ അല്ലേ, ആ യാഥാർത്ഥ്യങ്ങൾ? അതെ, അറിയാം. എത്രത്തോളം ഈ ഒരു ദൗത്യത്തിന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എത്ര സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്? താങ്കൾ ഇത് ബന്ധപ്പെട്ട മന്ത്രിമാരുമായിട്ടോ മുഖ്യമന്ത്രിയുമായിട്ടോ ഈ ആശയം പങ്കുവച്ചിരുന്നോ? ഇതൊക്കെ പങ്കുവെച്ചു. ഒന്നും ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. ഓടി വരുമ്പോൾ മുഖ്യമന്ത്രി ക്ഷണിക്കാതെ തന്നെ വന്നിട്ട് വഴിയിൽ നിന്ന് കുറച്ച് ദൂരം 10 അടി ഓടി അപ്പോൾ എന്നോട് പറഞ്ഞു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് പറ്റാവുന്ന സഹായങ്ങളൊക്കെ ചെയ്തു തരും. കാരണം 812 കിലോമീറ്റർ ഓടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ, അതും മലയാളി എന്നുള്ള നിലയ്ക്ക് എനിക്ക് അഭിമാനമുണ്ട്, കേരളത്തിന് അഭിമാനമാണ്. അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും ഒരു സോഷ്യൽ കോസ് ആയതുകൊണ്ട് ഇതിനു വേണ്ടി പറ്റാവുന്ന എല്ലാ സപ്പോർട്ടും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നൽകുമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. ഞാനൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. ഇനി അടുത്ത സ്റ്റെപ്പാണ് ആക്ഷനിലേക്ക് വരേണ്ടത്, പ്രവർത്തനങ്ങളിലേക്ക്. ബാക്കി ഏതൊക്കെ സന്നദ്ധ സംഘടനകളുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു? റെഡ് ക്രോസ് വെരി മച്ച്. പിന്നെ സ്പോർട്സ് രംഗത്ത് സ്പോർട്സ് ഡിപ്പാർട്ട്മെൻറ്റ്, JC ക്ലബ്ബുകൾ, ലയൺസ്, റോട്ടറി, പിന്നെ ഓട്ടോ തൊഴിലാളികൾ, CITU ആൻഡ് അതർ യൂണിയൻ, ഓൾ തൊഴിലാളികളും കലാകാരന്മാർ എന്ന് വേണ്ട ഒരുവിധം എല്ലാവരും ഇതിനുവേണ്ടി സഹകരിച്ച് മുമ്പോട്ട് റോട്ടിലിറങ്ങി വന്ന് വളരെ നല്ല സപ്പോർട്ടാണ് കിട്ടിയിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട്. ഈ ഓട്ടം കേരളത്തിൽ അവസാനിപ്പിക്കുക അല്ലെങ്കിൽ? അല്ല, കേരളത്തിലെ ഈ ഓട്ടം ഒരു തുടക്കമാണ്. ഇനി യുദ്ധത്തിനെതിരെ, പട്ടിണിക്കെതിരെ പല സ്റ്റേറ്റുകളിലും പല രാജ്യങ്ങളിലും ഓഡിയോ പലതരത്തിലൊക്കെ. യു ആർ മോർ എനർജറ്റിക് അല്ലേ, ഓപ്റ്റിമിസ്റ്റിക് ടു അല്ലേ? അല്ല, ദൈവം ദാനമായി തന്നതാ. മരിക്കുന്നവരെ ജീവിക്കുക, ഇതിൽ കൂടെ സന്തോഷം കണ്ടെത്തുക. നമ്മുടെ നമുക്ക് അഹങ്കരിക്കേണ്ട കാര്യമില്ല, പറ്റാവുന്നത് ചെയ്യുക. മറ്റുള്ളവരുടെ സന്തോഷമാണല്ലോ നമ്മുടെ സന്തോഷം എന്നുള്ളതാണ് എനിക്ക്. ദുബായിൽ ഓടുന്നു എന്ന് കേട്ടു. ദുബായ് ടു അബുദാബി ഓടുന്നുണ്ട്. ദെൻ തമിഴ്നാട്, അമേരിക്കയിൽ ഓടുന്നുണ്ട്. എനിക്കാണ് പ്ലാനുകൾ. നല്ലത്. ഇതിന് വലിയൊരു സാമ്പത്തികം വേണമല്ലേ? ഇതിന് അത്യാവശ്യം കാശുകൾ ചെലവാക്കണം. സാമ്പത്തികം കാശുകാരനായതുകൊണ്ട് പ്രശ്നങ്ങളില്ല. കാശുകാരനായതുകൊണ്ട് എന്നുള്ളതല്ല, പലരും ഓഫർ ചെയ്തിരുന്നു പല പല സംഭവങ്ങളൊക്കെ സ്പോൺസർ ചെയ്യാൻ. ഇതുവരെ ഒന്നും ഞാൻ അങ്ങനെ സംഭാവനയൊന്നും സ്വീകരിച്ചിട്ടില്ല. ഇപ്പോൾ ചെമ്മണ്ണൂർ ലൈഫ് മിഷൻ ഹോമുകളൊക്കെ നടത്തുന്നു, ഒന്നിനും ഞാൻ ഇന്ന് വരെ സംഭാവന സ്വീകരിച്ചിട്ടില്ല ഇതുവരെ. ഇനി ഭാവിയിൽ ആവശ്യം വന്നാൽ കൈനീട്ടും. കാരണം സംഭാവന സ്വീകരിക്കുന്നത് മോശമല്ല, മറ്റുള്ളവർക്ക് വേണ്ടി തെണ്ടിക്കൊണ്ട് ചെയ്യുന്നതാണ് കൂടുതൽ അതിന് ഇത് കിട്ടുക, അതിൻ്റെ സുഖം. പക്ഷേ ഇപ്പം ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ആവശ്യം വന്നാൽ ഇതുവരെ ദൈവം അനുഗ്രഹിച്ച് അതിൻ്റെ ഇല്ലാതെ മുമ്പോട്ട് പോകുന്നു, കുഴപ്പമില്ലാതെ. വേറെ എന്തെങ്കിലും ദുരുദ്ദേശമുണ്ടോ ഇതിൻ്റെ പിറകിൽ? രാഷ്ട്രീയത്തിൽ ഇറങ്ങുക, അതെല്ലാവരും ചോദിക്കുന്ന ഗിന്നസ് റെക്കോർഡ് നേടുക, അല്ലെങ്കിൽ ഒരു പത്മശ്രീ വാങ്ങിയെടുക്കുക. ഒരുപാട് ഏറ്റവും വന്ന ചോദ്യം ഓടുന്ന വഴിക്ക് ഇതാണ് വന്നത്, താങ്കൾ പറഞ്ഞത്. ഈ ഓട്ടം കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുമോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു ദുരുദ്ദേശമില്ല. അതൊരു ദുരുദ്ദേശമല്ല എങ്കിലും അങ്ങനെ ഒരു ഉദ്ദേശമില്ല. എനിക്കൊരു മന്ത്രിസ്ഥാനം കിട്ടിയാൽ പോലും താല്പര്യമില്ല. കാരണം നമുക്ക് വലിയ ഉത്തരവാദിത്തം, കഷ്ടപ്പാടും ബുദ്ധിമുട്ടുള്ള പണി എന്നെ കൊണ്ട് സാധ്യമല്ല. പിന്നെ സിനിമയിൽ അഭിനയിക്കുമോ? ഞാൻ പറഞ്ഞു സിനിമ വളരെ ഇഷ്ടമാണ്, എല്ലാ സിനിമയും കാണും. പക്ഷെ സിനിമയിൽ ഇന്ന് വരെ അഭിനയിച്ചിട്ടില്ല, സ്വന്തം സിനിമയിൽ പോലും അഭിനയിച്ചിട്ടില്ല. പിന്നത്തെ ചോദ്യം എന്താ, പിരിവെടുക്കുന്നുണ്ടോ, സംഭാവന വാങ്ങുന്നുണ്ടോ എന്നൊക്കെയാണ് അങ്ങനെ ചോദിച്ചിരുന്നു. അപ്പം ഞാൻ പറയുക അല്ലാതെ മിക്കവാറും സ്ഥലത്ത് ഞാൻ അത് ക്ലിയർ ചെയ്തു. ഞാൻ 1 രൂപ പോലും സംഭാവന വാങ്ങുന്നില്ല. ഞാൻ വാങ്ങാൻ വന്നവനല്ല, കൊടുക്കാൻ വേണ്ടി വന്നവനാണ്. അങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നു. പിന്നെ ജാതി, മതം, രാഷ്ട്രീയം. പറഞ്ഞു ജാതി ഒന്നേ ഉള്ളൂ, മനുഷ്യജാതി. മതം സ്നേഹമതം, പ്രത്യേക ജാതി മതമൊന്നും എനിക്കില്ല. സ്നേഹമാണ് എൻ്റെ മുദ്രാവാക്യം. കക്ഷി രാഷ്ട്രീയമില്ല, എല്ലാവരും എൻ്റെ ഫ്രണ്ട്സാണ്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. എങ്ങനെയാണ് ഫാമിലിയുടെ സപ്പോർട്ട്? ഫാമിലി സപ്പോർട്ട് റീസണബിളി സപ്പോർട്ടിങ്, കുഴപ്പമില്ലാതെ. വൈഫും മകളൊക്കെ തൃശ്ശൂർ കുറച്ച് ദൂരം അവർ ഓടിയിരുന്നു, കുഴപ്പമില്ല, സപ്പോർട്ടുണ്ട്. ഡിഗോ മാറഡോണ എത്തുന്നു കേട്ടു, സമാപന ദിവസം നാളെ. അതെ, വരാന്നൊക്കെ ഏറ്റിരുന്നു പുള്ളി. മറഡോണ ദുബായ് ഗവൺമെൻറ് ആയിട്ടുള്ള
എന്തോ സീരിയസ് ചർച്ചകൾ നടക്കുന്നുണ്ട്, എന്തൊക്കെ അവരുടെ പദ്ധതികൾ വരുന്നുണ്ട്. അപ്പോൾ ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് നാളെ വരില്ല, പകരം മറ്റൊരു ദിവസം വന്ന് എന്നെ ആദരിക്കാൻ വേണ്ടി വരുന്നുണ്ട് എന്നുള്ളത്. അദ്ദേഹത്തെ അടുത്തറിയുന്നത് എങ്ങനെയാണ്? ഞാൻ ദുബായിൽ വെച്ചിട്ടാണ് പരിചയപ്പെടുന്നത്. അങ്ങനെ ദുബായ് ഷോറൂം ഉദ്ഘാടനം ചെയ്തു. അങ്ങനെയാണ് തുടക്കം. പിന്നെ ഞങ്ങൾ കാര്യങ്ങൾ കുറച്ച് ഫ്രണ്ട്ലി ആയിട്ട് ഷെയർ ചെയ്തപ്പോൾ നമ്മുടെ ചാരിറ്റിയും പ്രവർത്തനങ്ങളും ഒക്കെ അദ്ദേഹത്തിന് വളരെ താല്പര്യം ഉണ്ടായി. അതിനൊക്കെ അങ്ങനെയൊക്കെ ആയിട്ട് ഒരു ഫ്രണ്ട്ലി അപ്രോച്ച്, ഒരു ഫ്രണ്ട്ഷിപ്പ് കിട്ടി എനിക്ക്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പുള്ളി വളരെ ഫ്രീ ആയിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ്. ബിസിനസ് എങ്ങനെ പോകുന്നു താങ്കളുടെ? ബിസിനസ് തെറ്റില്ലാതെ പോകുന്നുണ്ട്, ഒരു വിധം നന്നായിട്ട്. അല്ല, ഇങ്ങനെ ഓടുമ്പോൾ ബിസിനസ്സൊക്കെ അത്യാവശ്യം ബാക്കി കാര്യങ്ങൾ അതെ അതെ അതെ, അത്യാവശ്യം ഫോണിൽ കൂടെയും പിന്നെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഒക്കെ ചെയ്തു വെച്ചിട്ടുള്ളതാണ്. പിന്നെ സ്വർണം ഒരു കേടാവുന്ന ഒരു സാധനം അല്ലാത്തതുകൊണ്ട് സെയിൽസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിരുന്ന് അത്യാവശ്യം വില കൂടിയൊക്കെ ആയിട്ടൊക്കെ അങ്ങനെ വലിയ നഷ്ടമൊന്നും വരാനില്ല, കുഴപ്പമില്ലാതെ പോകുന്നു. എന്നാലും വലിയൊരു കോമ്പറ്റീഷനുള്ള മേഖലയല്ലേ ഇത് അല്ലേ? കോമ്പറ്റീഷനുള്ള ഫീൽഡാണ്. പിന്നെ എനിക്ക് ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് സെക്കൻഡറി ആണ്. ബിസിനസ് വേണം, കാരണം ഈ സംഭാവന എടുക്കാതെ ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് അത്യാവശ്യം ബിസിനസ് ചെയ്യണം എന്നേ ഉള്ളൂ. ബിസിനസ് മാത്രമായിട്ട് അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു ബിസിനസ് ജയൻ്റ് ആവാനൊന്നും താല്പര്യമില്ല. ഇതുപോലെയൊക്കെ അത്യാവശ്യം ഡെവലപ്പ് ചെയ്ത് പോകണമെന്നേ ഉള്ളൂ. പിന്നെ കുറച്ച് ചാരിറ്റിയും കുറച്ച് സന്തോഷം, കുറച്ച് എൻ്റർടൈൻമെൻറ്റുകളും, ജീവിതം അത്യാവശ്യം സുഖ സൗകര്യങ്ങളോടുകൂടെ ചാരിറ്റിയും സന്തോഷത്തോടു കൂടി എല്ലാം അനുഭവിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക. ഒന്നല്ലേ ഉള്ളോ, വീണ്ടും ട്രൈ ചെയ്ത് നോക്കാൻ ഇവിടെ പറ്റില്ലല്ലോ ഭൂമിയിൽ. അതുകൊണ്ട് ഡു എക്സ്പീരിയൻസ് എവറിത്തിങ്. നമ്മുടെ സാന്നിധ്യം അറിയിക്കുക അല്ലേ? സാന്നിധ്യം സമൂഹത്തിൽ അറിയിക്കുക, അതൊക്കെ അറിയപ്പെടുമല്ലോ. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പബ്ലിസിറ്റിക്ക് വേണ്ടിയാണോ ഓടുന്നതെന്ന്. പബ്ലിസിറ്റിക്ക് വേണ്ടി ഓടേണ്ട കാര്യമില്ലല്ലോ അല്ലേ? പബ്ലിസിറ്റി എനിക്ക് ഏറ്റവും കിട്ടിയത് മറഡോണ വഴിയാണ്. അത്രയും പബ്ലിസിറ്റി ഇനി എന്ത് ചെയ്താലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ മീഡിയ ഒക്കെ ഉണ്ടല്ലോ, പബ്ലിസിറ്റിക്ക് വേണ്ടി ഓടേണ്ട ഒരു കാര്യം ഇല്ല. പിന്നെ ഓടുമ്പോൾ പബ്ലിസിറ്റി ഉണ്ടാവും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിപ്പോൾ നമുക്ക് മറച്ചു വെക്കാൻ സീക്രട്ടായിട്ട് വെക്കേണ്ട ഒരു കാര്യമില്ലല്ലോ. പിന്നെ പബ്ലിസിറ്റി ഉണ്ടായതുകൊണ്ട് എന്താ തെറ്റ്? എന്നാലും ഇത്രയും അധ്വാനിച്ച് പേര് എടുക്കേണ്ട കാര്യമില്ലല്ലോ. ഇല്ല, പേര് ഓൾറെഡി കേരളത്തിൽ എല്ലാവർക്കും അറിയാം, നഴ്സറി പിള്ളേർക്ക് വരെ അറിയാം. കാരണം മറഡോണയായിട്ടുള്ള ഫുട്ബോൾ പരസ്യം വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ആരാധകർ ചെറിയ പിള്ളേർ തൊട്ടിട്ട് സ്കൂൾ പിള്ളേരാണ്. പിന്നെ പരസ്യം വന്നു, അല്ലെങ്കിൽ നമുക്ക് അതുകൊണ്ട് ഗുണമുണ്ടായാൽ അതിൽ തെറ്റൊന്നുമില്ല. കാരണം നമ്മൾ ഉദ്ദേശശുദ്ധി, ലക്ഷ്യം നന്നായാൽ മതി. എന്ത് കിട്ടിയാലും നമ്മൾ എന്ത് ചെയ്യുന്നു, ആർക്ക് വേണ്ടി ചെയ്യുന്നു, അങ്ങനെ ഒരു ലക്ഷ്യം ക്ലിയർ ആണെങ്കിൽ പബ്ലിസിറ്റി ഉണ്ടായിക്കോട്ടെ, മോശമല്ല. മീഡിയ, മാർക്കറ്റിംഗ്, അഡ്വർടൈസ്മെന്റ്, ഇതൊക്കെ ഇറ്റ്സ് എ ബാക്ക് ബോൺ ഓഫ് സക്സസ്. എന്തിൻ്റെയും വിജയത്തിന്റെ ഭാഗമാണ്. നമ്മൾ കർമ്മം നന്നായാൽ മതി. അതുകൊണ്ട് അതിൽ പ്രത്യേകിച്ച് മോശമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. പിന്നെ അവാർഡ് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് താങ്കൾ ചോദിച്ച പോലെ, പത്മശ്രീ അവാർഡ്. എനിക്ക് ഈ പ്രാവശ്യത്തെ പത്മശ്രീ കഴിഞ്ഞിട്ട് എന്താ പത്മഭൂഷൺ, അതിന് പേരുണ്ടായിരുന്നു. എല്ലാവരും വന്ന് ഡൽഹിയിൽ നിന്നൊക്കെ റെക്കോർഡ് ചെയ്തു പോയി, ഇൻ്റർവ്യൂ ചെയ്തു, ഒരുപാടൊക്കെ ഓൾമോസ്റ്റ് ഓക്കെയാണ്. 3-4 പ്രാവശ്യം ഡൽഹിക്ക് വിളിച്ചവർ അതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ പോയില്ല, എന്തൊക്കെയോ കാരണങ്ങളായിട്ട്. അപ്പോൾ ഭയങ്കരമായിട്ട് ഫോളോ അപ്പ് ചെയ്യണം അത് കിട്ടണമെങ്കിൽ. അപ്പം ഞാൻ ഓർത്തു പിന്നാലെ പോണ്ട, വരുമ്പോൾ വാങ്ങാം എന്നോർത്തിട്ട് കൂളായിട്ട് ഇട്ടിരിക്കുകയാണ്. ഒരു 117 അവാർഡ് വേറെ കിട്ടിയിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ അവാർഡ് മദർ തെരേസ അവാർഡാണ്. അതിൽ തൃപ്തനാണ്. ഇനി എന്ത് അവാർഡ് കിട്ടിയാലും എനിക്ക് അത്രയും സന്തോഷം ഇല്ല. ഇതാണ് ഏറ്റവും വലിയ അത്. അതുകൊണ്ട് വരുമ്പോൾ വരട്ടെ, വന്നാൽ നല്ലതാണ്, എൻകറേജ്മെൻ്റ് ആണ്, നത്തിങ് ബാഡ്. ബട്ട് അതിനായിട്ട് ഞാൻ വലിയ അവാർഡുകൾക്കൊന്നും ശ്രമിക്കുന്നില്ല. ചെറിയ ചെറിയ അവാർഡുകൾ ആൾക്കാരൊക്കെ വിളിച്ച് തരുന്നുണ്ട്, സന്തോഷം എന്നുള്ളതാണ്. ആരാധികമാരുണ്ടോ? ആരാധികമാരുണ്ട്, ഓഫ് കോഴ്സ്. അയ്യോ, ജീവിതത്തിന്റെ വലിയൊരു ഭാഗമല്ലേ, ദൈവത്തിന്റെ സൃഷ്ടിയിലുള്ളതല്ലേ ആരാധകനും ആരാധികമാരും. അല്ല, വേണ്ട ഗ്ലാമർ ഉണ്ട്, അതുകൊണ്ടാ. ഗ്ലാമർ ഉള്ളതുകൊണ്ടാണോ എന്നൊന്നും അറിയില്ല. അത്ര വലിയ കുഴപ്പമില്ല എന്നാണ് ഭാര്യയൊക്കെ പറയുന്നത്. എങ്കിലും ഓക്കെ, അതിന്റെ ഭാഗമല്ലേ, ലൈഫിന്റെ എൻജോയിങ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ, ഓഫ് കോഴ്സ്. ഒരു റിക്വസ്റ്റ് ഉണ്ട്, ഈ രക്തദാനം താങ്കൾ പറഞ്ഞത്, അതുപോലെ ഈ അവയവദാനം ആളുകൾ മടിക്കുന്നത്, അതുകൊണ്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് ചില എന്താ പറയുക പ്രതീക്ഷ നൽകുന്ന ചില മൂവ്മെൻറ്റ്സ് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. താങ്കൾ കൂടെ അത് ഏറ്റെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും താങ്കൾ നിർദ്ദേശങ്ങൾ, നല്ല അഭിപ്രായങ്ങൾ തന്നാൽ ജനങ്ങൾക്ക് വേണ്ടി എന്ത് സോഷ്യൽ സർവീസിനും ഞാൻ തയ്യാറാണ്. ഈ ആയുസ് ഞാൻ അതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ. അതിൽ സന്തോഷമാണ് അത് ചെയ്യുമ്പോൾ.
ഒരിക്കലും മടുക്കാത്ത സന്തോഷം എനിക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്തിനേക്കാളും. ഇനിയുള്ള പ്രവർത്തനങ്ങൾ അങ്ങോട്ട് ഇനി ഇതുപോലെ മഹനീയമായിട്ടുള്ള, നേരത്തെ പറഞ്ഞല്ലോ, ഇനി ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യണം, യുദ്ധത്തിനെതിരെയും മറ്റൊക്കെ ആയിട്ട്. പിന്നെ മരിക്കണവരെ ജീവിക്കുക, സംഭവാമി യുഗേ യുഗേ, തോന്നുന്നതൊക്കെ ചെയ്യുക എന്നതാണ്. മനുഷ്യൻ തോന്നിവാസിയാണല്ലോ. ബ്രെയിനിൽ നിന്ന് കിട്ടുന്ന കമാൻഡ് അനുസരിച്ചാണ്. ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം എടുക്കണമെങ്കിൽ കൈയല്ല പ്രവർത്തിക്കുന്നത്, ബ്രെയിനിൽ നിന്ന് കമാൻഡാണ്. അപ്പോൾ ആ കമാൻഡ് ഒരു തോന്നലാണ്. അപ്പോൾ തോന്നുന്നതാണ് നമ്മൾ ചെയ്യുന്നത്, ഇടത്തോട്ട് പോകണ പോലെ തോന്നുന്നു. അതുകൊണ്ടാണല്ലോ മനുഷ്യനൊരു തോന്നിവാസി എന്ന് പറയുന്നത്. അപ്പോൾ ഇനി എന്തൊക്കെയാണ് തോന്നുന്നത് അതൊക്കെ ചെയ്യുക എന്നതാണ്. ഒരുപാട് നല്ലതും പൊട്ടയൊക്കെ തോന്നിക്കുന്നുണ്ട്, നല്ലതും പൊട്ടയൊക്കെ ചെയ്തുകൊണ്ട് ജീവിക്കുന്നു. എങ്കിലും ജനങ്ങളുമായിട്ട് ചേർന്നുകൊണ്ട്, ജനങ്ങളെ സ്നേഹിച്ചുകൊണ്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെ സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. ഐ ആം ക്വൈറ്റ് ഹാപ്പി എന്നുള്ളതാണ്. എല്ലാ ജില്ലയിലും അല്ലേ ബ്ലഡ് ബാങ്കുകൾ സ്ഥാപിക്കുന്നത്? അതെ, ആദ്യം ഒരെണ്ണം തുടങ്ങി 1 by 1 ആയിട്ട് തുടങ്ങാനാണ്. ഒന്നായിട്ട് ഒറ്റയടിക്ക് തുടങ്ങാൻ സാധ്യമല്ലല്ലോ. കാരണം ഇതിന് പണം മാത്രം പോരാ, ഭയങ്കര അഡ്മിനിസ്ട്രേഷൻ, പ്രൊഫഷണലിസം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വേണമല്ലോ. അതാണ് ഇത് രണ്ടും. ഷൂസിൽ ചിപ്പും ഉണ്ട്, ഇത് വാച്ചിലുണ്ട്, ഇത് ചിപ്പും സെൻസറും ഉണ്ട്. ഇത് നൈക്കി ആൻഡ് ആപ്പിൾ അവരും കൂടെ ഡിസൈൻ ചെയ്തതാണ്. നമ്മൾ എവിടെയുണ്ടോ, എത്ര കിലോമീറ്റർ ഓടിയൊക്കെ സാറ്റലൈറ്റ് വഴി ഗിന്നസ് ബുക്കും മറ്റുള്ള റെക്കോർഡുകളൊക്കെ മോണിറ്റർ ചെയ്യാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, ഫുൾ ടൈം ഓടുന്നത്. പലരും ചോദിക്കും, ശരിക്കും ഇത് ഓടുമോ അതോ കാറി കയറി പോകുമെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിന് ഫുൾ ടൈം റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഓടുന്നത്, അത്രയും കിലോമീറ്റർ. എല്ലാ ജില്ലയിലെ കളക്ടർമാർ, പോലീസ്, പിന്നെ ഓരോ 3-4 കിലോമീറ്ററിലുള്ള VIP-കളും ഗസ്റ്റുകളും പങ്കെടുത്തവരൊക്കെ ഒപ്പിട്ടിട്ട് ഫുൾ ഡോക്യുമെന്റേഷനാണ്. അങ്ങനെ ആ ഒരു പ്രൂഫോട് കൂടിയിട്ട് തന്നെയാണ് എല്ലാം ചെയ്തിട്ടുള്ളത്. ഇനി എന്തായാലും താങ്കളെ മാതൃകയാക്കി കുറേ ചെറുപ്പക്കാർ ഈ മേഖലയിലേക്ക് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. താങ്കളുടെ ഫ്യൂച്ചർ ആക്ടിവിറ്റീസിന് എല്ലാ ഭാവങ്ങളും നേരുന്നു. വളരെയധികം നന്ദി. ഈ നാളെയാണ് 5 മണിക്ക് സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ചാണ്. താങ്കളെയും ക്ഷണിക്കുന്നു, കേരളത്തെ ഒന്നടക്കം മനുഷ്യസ്നേഹികളെ ക്ഷണിക്കുന്നു. തീർച്ചയായിട്ടും ഇതിൽ എല്ലാവരും പങ്കെടുക്കണം, എനിക്ക് എല്ലാ സപ്പോർട്ടുകളും നൽകണം എന്നപേക്ഷിക്കുകയാണ്. എൻ്റെ മുദ്രാവാക്യം കോൺകർ ദ വേൾഡ് വിത്ത് ലവ്, സ്നേഹം കൊണ്ട് ലോകം കീഴടക്കുക. ഐ ലവ് യു എവറിബഡി. എനിവേസ്, വിഷിംഗ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്.